الذين ليس لهم في الآخرة إلا النار. നാളെ പരലോകത്ത് നരകമല്ലാതെ മറ്റൊന്നും ഇവർക്കില്ല. അവരിവിടെ ചെയ്തതെല്ലാം വലിയ വലിയ കാര്യങ്ങൾ തന്നെ, പക്ഷേ അല്ലാഹു ഇത് തകർത്തു കളയും. ചെയ്തുകൊണ്ടിരുന്ന എല്ലാ നന്മകളും അല്ലാഹു തആല നശിപ്പിച്ചു കളയും. ആഗ്രഹം അതാണെങ്കിൽ അല്ലാഹു അത് തരും. ദുനിയാവിന്റെ വിഷയം അങ്ങനെയാണ്. من سمع الناس بعمله سمع الله به مسامع خلقه. ആർക്കെങ്കിലും പ്രശസ്തി വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നാലാളുകൾ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, മൻ സമ്മഅ الناس بعمله, ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ് ഞാൻ ഏതോ വലിയ ആളാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് നടക്കും? സമ്മഅ അല്ലാഹു ബിഹി മസാമിഅ ഖൽഖിഹി. അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ മുഴുവൻ ചെവിയിലും ആ മനുഷ്യൻ ചെയ്യുന്ന നന്മകൾ അല്ലാഹു എത്തിച്ചു കൊടുക്കും. എന്താണെന്നറിയോ? വസഗ്ഗറഹു വഹഖറ. കുട്ടികൾക്ക് പോലും ആ മനുഷ്യനോട് ബഹുമാനം ഉണ്ടാവില്ല. അല്ലാഹു ആ മനുഷ്യനെ നിന്ദനാക്കും, പ്രശസ്തിയൊക്കെ കൊടുക്കും, പക്ഷേ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ നിന്ന് അല്ലാഹു ബഹുമാനം എടുത്തു കളയും. ആ മനുഷ്യനെ അങ്ങോട്ട് ചെറുതാക്കും. ഹഖറഹു, അല്ലാഹു നിസ്സാരമായി കാണും. ഇതൊരു അപകടമാണ്. അല്ലാഹു അത്തരം അപകടങ്ങളിലൊന്നും പെടാതെ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്ശറായിൽ അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളെ പറഞ്ഞപ്പോ, 7 വിഭാഗത്തെ പറഞ്ഞപ്പോ, 7 വിഭാഗം അർശിന്റെ തണൽ കിട്ടുന്ന നമ്മൾ കേട്ടതായിരിക്കുമല്ലേ, ഹദീസ് അറിയാലോ, ഉസ്താദുമാരൊക്കെ ഒരുപാട് വാള് പറയുന്ന വിഷയമാണത്. അതിലെ ബഹുഭൂരിപക്ഷവും സ്വകാര്യമായി ചെയ്തവരെ പറ്റി പറയാം. ومتصدق نخف التصدق لم يكن بما أنفقت يمناه علم شمالي. വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ ചെയ്ത ആളുകൾ, അങ്ങനെ ദാനം ചെയ്തവർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബില്ല് പോലും വാങ്ങിച്ചില്ല, ഒന്നും പറഞ്ഞില്ല, വളരെ സ്വകാര്യമായിട്ട് അങ്ങോട്ട് കൊടുത്തു അവര്. പിന്നെ പറഞ്ഞു വമൻ ദാകറ റബ്ബൽ മുഹൈമീന ഖാലിയ ഫഫാദത് ബിഹി ഐനാഹു ഖൗഫൻ കാലി. ഒറ്റക്കിരുന്ന് കരഞ്ഞ ആളുകള്, ഒറ്റക്കിരുന്ന് കരയാ, ഒരു റൂമിൽ ഒറ്റക്കാവുമ്പോഴേ ഇരുന്ന് കരയണമെന്നാണ്. ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ കരയണ്ട, അതൊക്കെ ആളാവാൻ വേണ്ടിയുള്ള കരച്ചിലായി പോകും. ചിലപ്പോൾ അങ്ങനെ കരച്ചിൽ വന്നാൽ തന്നെ പിടിച്ചു നിർത്തണം എന്നാണ്. അങ്ങോട്ട് പൊട്ടിക്കരയാൻ അങ്ങനെ വേണ്ട. മൈക്കിലൊക്കെ കൊണ്ട് പൊട്ടിക്കരയാൻ ആകെ കരച്ചില് ബഹളം വേണ്ട. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ കരയണം. ഒക്കെ ഇബ്ലീസ് കൽബിലേക്ക് കയറി വരും. മനുഷ്യന്മാര് വിചാരിച്ചോട്ടെ, എത്രത്തോളം നമ്മുടെ ഉലമാ പറയാണ്, ഒരാള് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ചെറിയ ആളാണ് എന്ന് പറഞ്ഞുകൂടാന്ന, അതിന്റെ ഉള്ളിലൊരു അഹങ്കാരം വരുന്ന, ഞാൻ അങ്ങനത്തെ ഒരു നന്മയുള്ള ആളാന്ന് ആൾക്കാർ വിചാരിച്ചോട്ടെ എന്ന ഒരു ഫിത്ന അതിന്റെ ഉള്ളിലൂടെ കയറി വരുന്ന, ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ചെയ്യരുത്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒറ്റക്കിരുന്ന് കരഞ്ഞവരെ ദാനം ചെയ്തു. വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിഞ്ഞിട്ടില്ല. സ്വന്തം പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടില്ല, ഉമ്മ അറിഞ്ഞിട്ടില്ല, ഭാര്യ അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല, അങ്ങനെ സ്വകാര്യമായി കൊടുത്തു. മഹാനായ നമ്മുടെ മർഹൂം സൈനുൽ ഉലമ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാൻ, അല്ലാഹുവിന്റെ ഖബറും സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ, ഈ ഹദീസ് ഞങ്ങളെ പഠിപ്പിച്ചപ്പോ മഹാനായ ഉസ്താദ് പറഞ്ഞു, അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു. ഏതെങ്കിലും ഒരു മിസ്കീൻ ഒരു ബസ് സ്റ്റോപ്പിലോ വല്ല മരത്തിന്റെ ചുവട്ടിലോ ബാഗും വെച്ചിട്ട് കിടന്നുറങ്ങാണ്, ഒരു പാവ മനുഷ്യൻ. നിങ്ങളൊരു 500 എടുത്തിട്ട് ആ മനുഷ്യന്റെ തലയണ്ട താഴെ, ബാഗിന്റെ താഴെ, കുപ്പായത്തിന്റെ പോക്കറ്റിൽ ഉറങ്ങാണ്, അവിടെ വെച്ചെടുത്തിട്ട് പോരാ. ഈ കൊടുത്തത് നിങ്ങളാണെന്ന് അയാൾ പറഞ്ഞിട്ടില്ല, ഇയാൾ ആരാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. അതാണ് രഹസ്യമായ സ്വതക്ക. നമ്മുടെ ആടുംകുട്ടിനെ കൊടുക്കുകയാണെങ്കിൽ ആടുംകുട്ടിനെയും കൊണ്ടുവരും, വാങ്ങണ ആളെ കൊണ്ടുവന്നിട്ട് ഫോട്ടോ എടുത്തിട്ടാ വിടുക. സുബ്ഹാനല്ലാഹ്. 500 ക്യാഷ് അവാർഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോഴേ വലിയ സംഖ്യയൊക്കെ ചിലപ്പോൾ 500 ഉണ്ടാവുള്ളൂ. അതിന് 2000 കൊടുത്തിട്ട് ക്യാമറമാനെ കൊണ്ടുവന്നിട്ടുണ്ടാവും, ഇത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണമെന്ന്. ഇതൊന്നും കാര്യമില്ല എന്ന് പറയാണ്. ഇതൊക്കെ ഇവിടെ പത്രത്തിൽ വരും, നോട്ടീസിലൊക്കെ വരും. അള്ളാന്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ രഹസ്യമായി ചെയ്യേണ്ട നന്മകളെ പരസ്യമാക്കരുത്. ശർഇന്റെ ഫറായിദുകൾ, ഫർള് നിസ്കാരം, നോമ്പ് ഫർളായത്, സക്കാത്ത് കൊടുക്കണ്ടോന്ന് പോലും ആർക്കും അറിയില്ല. സക്കാത്തൊക്കെ രഹസ്യമാണ്, സ്വതക്ക പരസ്യം. നേരെ മറിച്ചാ വേണ്ടത്. സക്കാത്ത് പരസ്യമായി കൊടുക്കണം എന്നാ, അത് ഇസ്ലാമിന്റെ ഒരു ഷിആറാണ്, ഒരു അടയാളമാണ്.
ആളാവാനല്ല, മനസ്സിൽ നിയ്യത്ത് നന്നാവും വേണം. ഫർള് നിസ്കാരം പള്ളിയിൽ വെച്ചാ നടത്തേണ്ടത്, സുന്നത്ത് വീട്ടിൽ വെച്ചാവാം. എന്തേ? അത് രഹസ്യമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയ്യൻ നഖിയ്യ ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയ്യൽ ഗനിയൽ ഖഫിയ്യ. സമ്പന്നനായ ഒരാളെ, ചെയ്യുന്ന നന്മകൾ മറച്ചു വെക്കുന്ന ഒരാളെ, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇൻ തുഖ്ഫൂഹാ വതുഅതൂഹാ അൽഫുഖറാഅ ഫഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ സ്വകാര്യമായി പാവങ്ങളെ സഹായിക്കുകയാണെങ്കിൽ, സ്വകാര്യമായിട്ട് എങ്ങാനും ഈ പാവപ്പെട്ട മിസ്കീൻ അല്ലാഹു നിഅമത്ത് ചെയ്തു എന്ന് വിചാരിക്കുക. മനുഷ്യന്മാര് നാളെ പറയില്ലേ, അത് നമ്മളെ കമ്മിറ്റി അന്ന് റിലീഫ് കൊടുത്തോണ്ടല്ല, അന്ന് ഓട്ടോറിക്ഷ വാങ്ങിയോണ്ടല്ല കുടുംബം രക്ഷപ്പെട്ടത്. എവിടെ ഓട്ടോറിക്ഷന്റെ മെയിൻ്റനൻസ് വരെ ചെയ്യാൻ പറ്റാതെ സാധു ഒഴിവാക്കിയിട്ടുണ്ടാവും. അള്ളാഹു വേറെ വഴിക്ക് കൊടുത്തതായിരിക്കും. പക്ഷേ ജനങ്ങൾ പറയലെന്താ, അത് നമ്മളെ സഹായിച്ച ആളല്ലേ. അപ്പൊ ഈ മനുഷ്യന്റെ ഇജ്ജത്ത് പോകും, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ആര് സ്വീകരിക്കുന്നു അവരെ പരസ്യപ്പെടുത്തരുത്. അത് നിങ്ങൾ കമ്മിറ്റിക്കാർ മാത്രം അറിഞ്ഞാൽ മതി, നാട്ടുകാരെ അറിയിക്കരുത്.